മക്കളെ മക്കളെ കൊള്ളാം. നല്ലു എഴുന്നേറ്റില്ല ഏട്ടാ നിങ്ങള്. നല്ലു എടാ എടാ നല്ലു എഴുന്നേറ്റ്. സമയായി സയ്യോ എഴുന്നേക്ക് ബാ. സ്കൂളിൽ ഇപ്പൊ കണ്ട അവള് പറഞ്ഞപ്പോ തന്നെ എഴുന്നേറ്റ്. എഴുന്നേറ്റ് എഴുന്നേക്ക് എഴുന്നേക്ക്. പല്ലൊക്കെ തേച്ച് റെഡി ആവണ്ടേ? സ്കൂളിൽ പോകണ്ടേ? സ്കൂളിൽ പോണ്ടെന്ന് അവക്ക് ഇഷ്ടാ സ്കൂളിൽ പോണത്. പോവാ പല്ലൊക്കെ തേച്ച് റെഡിയാവാം നമുക്ക്. ഏട്ടാ നാളെ ഉണ്ടോ മറ്റേ അശോകൻ ചേട്ടൻ്റെ മോളുടെ കല്യാണം? ആ പെരവാസ്തോലി നാളെ തന്നെയാ. മറന്നുപോയാ? മനോജിന്റെ നാളെയാണ്. നാളെ എനിക്ക് സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്. പിന്നെ എന്തായാലും പോണം. കുറെ നാളത്തെ പിണക്കൊക്കെ കഴിഞ്ഞിട്ട് അവര് അതൊക്കെ മറന്ന് വിളിച്ചതാ. അത് തലേന്ന് ചെല്ലണമെന്ന് അവര് പറഞ്ഞത്. തലേന്ന് പോവാം, ഇന്ന് പോവാം. നാളെ ഇപ്പൊ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇന്ന് പോയി പൈസ എല്ലാം കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, കല്യാണ വീട്ടിലും കയറി ഇവിടെയും കൂടെ കയറാമല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് ഒന്നിച്ച് പോകാം. എന്നിട്ട് നാളെ പിന്നെ ഞാനും പിള്ളേരും ചേച്ചിയൊക്കെ ആയിട്ട് പോകാം. അങ്ങനെ മതി. നമുക്ക് കല്യാണത്തിന് കൊണ്ട് മര്യാദക്ക് നീ എഴുന്നേറ്റ്. നീ ഇപ്പൊ എഴുന്നേറ്റില്ലെങ്കിൽ നിന്നെ ഞാൻ കല്യാണത്തിന് കൊണ്ടുപോകത്തില്ല, പെരവാസ്തോലിക്കും കൊണ്ടുപോകത്തില്ല. ഇതേ കണ്ട അത് പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും കറങ്ങാൻ പോണെങ്കിൽ പിന്നെ ഇത് എവിടെ പോയി കിടക്കുകയാണ്? എടുക്കണില്ല ഒരു സ്ഥലത്ത് പോവാൻ വരും പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ വണ്ടി ഓടിക്കും. ഇതിപ്പോ ഞാനാണ് താമസിക്കുക, എല്ലാവരും കൂടെ എന്നെ കൊല്ലാൻ നിന്നാണ്. ഇത് എവിടെ? ഇനി ഇവിടത്തെ തള്ളേ മക്കളൊക്കെ എവിടെ? എന്തുവാണ് ഞാൻ പിന്നെ മേലൊന്ന് തുടച്ചതാ. ഓ ഇതൊക്കെ മുത്തേ ഉടുപ്പം എടുത്തിട്ടുണ്ടോന്നേ. വായു പിടിക്കാൻ വണ്ടി വന്നോ? വണ്ടി ഇപ്പൊ വരും. ആ വണ്ടി വരട്ടെ. വണ്ടി വന്നോണ്ടിരിക്കുക. അമ്മ ഇനി ഇതിന് ഉടുപ്പിടിക്കണതാണ്. കൊണ്ടാ ശരി ഒന്ന് അപ്പം എന്താ തുടങ്ങും. ഈ കമ്മൽ ഇപ്പൊ എന്താടി കുഴപ്പം? ഇത് ചേരുന്നില്ല. സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം അവൾക്ക് ഇഷ്ടമുള്ള അവൾ ഇടട്ട്. വേണ്ട അമ്മൂമ്മമാരിടുന്ന സ്വർണ്ണക്കമ്മലും അമ്മൂമ്മമാരാണ് അഹങ്കാരം പറയുന്നത്. സ്വർണ്ണക്കമ്മൽ മേടിച്ചു തന്നപ്പോ അവള് അമ്മൂമ്മമാരിടുന്ന. ഞാൻ പറഞ്ഞു സ്വർണ്ണക്കമ്മൽ വേണ്ട, സ്വന്തമായിട്ട് എന്തെങ്കിലും മേടിച്ചിട്ടാ പോരെ ഇരുന്നാ. എന്റെ ഫോൺ ചവിട്ടി പൊട്ടി. എനിക്ക് അല്ലെങ്കിൽ ദേഷ്യം വന്നിരിക്കുകയാണ്. അതിട്ടാ മതി. ഇന്ന് അതിട്ടിട്ട് നിന്നെ നോക്കണവര് നോക്കിയാൽ മതി. മുടിയിട്ടേ നോക്കിയടി. അവൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നിങ്ങൾ അത് ഇതിലും കണ്ടുപിടി. നീ ഇതിനെ ഒരുക്ക്. ഈ പാലയാച്ചി വീട്ടില് ഞാൻ പറഞ്ഞില്ലേ അവര് വന്ന് വിളിച്ചോണ്ട് പോകണമെന്നുള്ളതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇല്ലി മോളെ, ഈ പാലുകാച്ചി വീട്ടിൽ പോകണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ പോകണം. ഈ സുമതി കുഞ്ഞമ്മ ഉണ്ടല്ലോ, എവളെ ഞാൻ കല്യാണം കഴിച്ചത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. അതോടെ പിണങ്ങിയതാ. ഇപ്പൊ വർഷം 12 കഴിഞ്ഞ്. അതൊക്കെ പണ്ടല്ലേ, ഇപ്പൊ അവർക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നല്ല സ്നേഹം. ആ മനോജിനൊക്കെ എന്ത് സ്നേഹടി. ആ ചെറുക്കനൊക്കെ വന്ന് വിളിച്ചോണ്ടാണ് ഞാൻ പോകാന്ന് വെച്ചത്. അത് തന്നെ ഏട്ടനും പറഞ്ഞത്, പുതിയ തലമുറയൊക്കെ നല്ല സ്നേഹിച്ച് കഴിയട്ടെ. എന്റെ പൊന്നു കുഞ്ഞടി എത്ര കയ്യിൽ കൊടുക്കണത് എനിക്കറിയാൻ പാടില്ല. 2000 കൊടുക്കാന്ന് ഏട്ടൻ പറഞ്ഞു. നമുക്കൊരു 1000 കൊടുക്കാം അല്ലേ ക്ലീറ്റോ? 1000? 2500 ഞാൻ കൊടുക്കാൻ പോണേ. 2500? പിന്നെ അവർക്ക് ഹലോ പൈസ കൊടുക്കണത് ഞാൻ, ഈ ഗ്രഹനാഥൻ ഞാൻ കൊടുത്തോളാം. പ്രത്യേകിച്ച് സുമതി കുഞ്ഞമ്മയുടെ കയ്യിൽ തന്നെ ഞാൻ ഈ പൈസ വെച്ച് കൊടുക്കും. അതിന് കൊടുക്കണം. കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഇരട്ടിയായിട്ട് ഇവളുടെ കല്യാണത്തിന് അവർ തിരിച്ചു തരും. പക്ഷെ 2500 വേണ്ട, 2000 കൊടുത്താൽ മതി. ഞങ്ങൾ 2000 അല്ലേ കൊടുക്കണുള്ളൂ. എന്തോ ഞങ്ങൾ നിങ്ങളെ പോലെയാണോ ഞാന്? എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകൻ, ഒരു പ്രമുഖൻ 2000 കൊടുക്കാൻ നിങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞ് ഞാൻ 2500 ചിലവ് 3000 വേണേലും കൊടുക്കും. അതൊക്കെ എൻ്റെ ഇതാണ് കേട്ടാ. നിങ്ങൾ എന്നായിട്ട് അവനായിട്ട് താലേമം ചെയ്യല്ലേ. അവൻ വെറും പീറ പോലീസുകാരൻ. അങ്ങനെയൊന്നും പറയണ്ട. ഇതിപ്പോ സമയത്ത് പോക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേഗം റെഡിയാവാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്നോയേ. അവൾ ഒറ്റയ്ക്ക് പോകുന്നു വിചാരിച്ചിട്ടാ. എടികളെ ഇവിടെ നിന്നോടി, നമ്മൾ ഒരുമിച്ചാ പോണത്. ഭയങ്കര മെന്തലാട്ടോ ക്ലീറ്റോ. പിന്നെ പറഞ്ഞൊക്കെ പറഞ്ഞ 1000 കൊടുത്താ മതി കേട്ടോ. ഇല്ല തങ്കം, ആ സുമതി കുഞ്ഞം അറിയണം. ക്ലീറ്റോ പഴയ ദരിദ്രനായ ക്ലീറ്റോ അല്ല. ഇതിന് കാര്യശേഷിയൊക്കെയുള്ള ആളാണ്. പൈസയൊക്കെ ഉണ്ട്. പൈസ വേണ്ട. അതേ ഞാൻ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് എവിടെ ഇത്രയും പൈസ ക്ലീറ്റോ? ഇവിടെ ആയുർവേദ മരുന്നൊക്കെ വിറ്റ പൈസ ഉണ്ട്. അതെടുത്താണ് എന്നിട്ട് ചെലവാക്കണത്. ഹലോ
അതൊക്കെ ഇതിനു വേണ്ടി ഉള്ളത് തന്നെ. പൈസ എന്ന് പറഞ്ഞാൽ ചിലവാക്കാനുള്ളതാണ്. വരും പോവും. എന്നിട്ട് അതിനകത്തോട്ട് തിരിച്ചു വെക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് മോങ്ങരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതിപ്പോൾ നല്ല ഉഗ്രായിട്ട് കച്ചവടം നടക്കല്ലേ. കച്ചവടം നടക്കുന്നത്. ഞാൻ വരണോ? ഞാൻ എന്തിനീ സാരിയൊക്കെ എടുത്തു? എനിക്ക് നോക്കാം. നോക്കാണ്ട് അവളെ കൊടുക്കണം കൊച്ചിനെ. ഞാനും കൊച്ചിനെ ആ ഡേയ് എൻ്റെ പൊന്നെ നല്ല കൂട്ടനല്ലേ. നീ മിണ്ടാതെ നിൽക്കുക, അവിടെ പോയിട്ട് വേളം ഉണ്ടാക്കാൻ നിൽക്കടാ. വേളം ഉണ്ടാക്കാൻ നിൽക്കടാ. ഡാഡിക്ക് പേര് ദോഷം ഉണ്ടാക്കല്ലോ. ഓക്കെ ഓക്കെ ഡൺ. അല്ല പിന്നെ അലമാരയൊക്കെ അടയ്ക്കണ്ട. ഞാൻ അതൊക്കെ അടക്കിനി ഞാൻ ഒന്നും ചെയ്യൂല. അത് നമ്മുടെ ബാഗിൽ വെച്ചാൽ മതി. ഡേ ആ കവർ അവിടെ പൈസ ഇട്ട് കൊടുക്കാനുള്ള അതേ ആ മേശയുടെ ഇരിപ്പിലുണ്ടല്ലോ. അവിടെ ചെന്ന് നോക്ക്. അവിടെ അത് പറ. ഇത് ബാഗിൽ വെക്കുവാണേ. ആ ബാഗിൽ വെച്ചോ. ക്ലീറ്റോ അതൊന്ന് തുറന്ന് നോക്ക് ക്ലീറ്റോ. അതെ അത് ആ ഇരിക്കുന്നത്. അമ്മ എന്തോന്ന് പറഞ്ഞ? അവന്റെ കുപ്പി ഉണ്ടോ നോക്കാൻ. കുപ്പിയൊന്നും ഇല്ല ഇവിടെ. എടി ബാഗിലുണ്ടോ നോക്കി. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉണ്ട്. ഓ രണ്ടിനും ബോധമില്ല. നീയെങ്കിലും നനങ്ങാതെ നിൽക്കോ. പൊട്ടൊക്കെ ഇരുന്നോട്ടെ കൊച്ചിന്. അതൊക്കെ നല്ലതാ. അത് കൊള്ളത്തില്ല. നോക്കിയത് മര്യാദക്ക്. അങ്ങനെ മായമില്ല കുഞ്ഞേതാ. രാവിലെ കുളിപ്പിച്ചിട്ടുണ്ട്. ആ ഒറ്റ നിമിഷം ഞാൻ ഒന്ന് കക്കൂസി പോയിട്ട് ഇതാ പറഞ്ഞേ. കഴിഞ്ഞിട്ട് ഒരുങ്ങിയാ പോരെ. വയറിനൊരു ശങ്ക ഇതാ വരുന്നു. ഇപ്പോഴൊന്നും ഇറങ്ങൂല. നീ അവിടെ ഇരുന്ന് കഥ ആലോചിച്ചിരിക്കും. ഓ അത് മായത്തു. എന്താ ഇപ്പൊ ഇറങ്ങാം, പെട്ടെന്ന് ഇറങ്ങാം. നിങ്ങൾ റെഡിയായി ഇറങ്ങാം. കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ ഇനി എനിക്ക് പോണ വഴിക്ക് മുഴുവൻ ഇതായിരിക്കും. അമ്മേ ഗ്രില്ലിന്റെ താക്കോലെടുത്താ? ഇല്ലടാ ഞാൻ ഒരു ചെറിയൊരു പരിപാടി കുടുംബമായിട്ട് എല്ലാം കൂടെ പോണ്. ഞാൻ പറഞ്ഞേ കേട്ടോ. ഇല്ല ഓ ഞാൻ വിളിച്ചോളാം. ഒന്ന് ഇറങ്ങടേ, പെട്ടെന്നാവട്ടെ. ചേച്ചി എന്തേ വാ. നേരമായി. എടേ അതിൽ ഇച്ചിരി എണ്ണ ഇട്ടൂടെ. 2 ദിവസത്തിന് മുമ്പ് ഇട്ടതാ. എണ്ണ കുന്തം ഇട്ട് അത് മാറങ്ങോട്ട് തന്നെ. അത് മിറ്റ അടക്കണ്ട. നമ്മൾ വൈകുന്നേരം വരുമല്ലോ. ഓ ഇവിടെ ഞാൻ ഇത് അടച്ചോളാം. നീ അത് പിടിക്കാതെ. മുറിഞ്ഞിട്ടുണ്ടാവും. നോക്കിക്കേ ചതഞ്ഞിട്ടുണ്ടാവും. ചുമ്മാ അതിന്റെ ഇടയിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ അതിനിടെ കൊണ്ട് വയ്ക്കാൻ നീ ഞാനങ്ങ് ചെയ്യുമായിരുന്നല്ലേ. ഇവിടെ കുഴപ്പമില്ല. എന്റെ ഇച്ചിരി മതി. അല്ലെങ്കിൽ ഇത് അതിലെത്തിരി എണ്ണ കിട്ടും വെക്കാരനോടെ. ഇവ എവിടെ ഇരിക്കുന്നത്? വരാളത് ഇങ്ങനെ തീർന്നു അല്ലാതെ പിള്ളേര് അല്ല ഈ ഇത് എല്ലാരും കൂടി കേറുവോ? ചേട്ടൻ ഇതിനകത്ത് എ സി ഒക്കെ ഉണ്ടാ? എ സി ഇടാവോ? ചൂടെടുക്കും. നിങ്ങൾ എന്തുവാ ഇതെവിടെ പോവാ? ഞങ്ങള് പിന്നെ ഒരു ഹൗസ് വാമിങ്. സ്വാമി പാലുകാച്ചി വാസുവലി മറ്റേ മനോജന്റെ പരിവാസുവലി. ഓ അത് തന്നെ. അത് പോയിട്ട് വരട്ടെ ഞങ്ങള്. അയ്യോ എന്നെ വിളിച്ചായിരുന്നു. അന്ന് അവരിവിടെ പറയാൻ വന്നപ്പോ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു പ്രത്യേകം വരണേന്ന് പറഞ്ഞായിരുന്നു. അത് ഒന്നാമത് അയാള് നമ്മുടെ വന്ന് വിളിച്ച ഒരു മര്യാദ എടുത്ത് നീ നിന്നോണ്ട് അപ്പൊ ഒന്ന് പറഞ്ഞു. മാത്രമല്ല ഇത് നാളെയാണ് എന്റെ പരിപാടി. നാളെ ലീവ് ഇല്ലാത്ത അതുകൊണ്ട് ഞങ്ങളിപ്പോ വെറുതെ ഒന്ന് പോണതാണ്. നാളെ പോയാൽ മതി. നാളെ പോ. അല്ല ഞാൻ നാളെയും പാ ഇന്നും പാ. ഇന്ന് നമ്മൾ ഒരു വണ്ടി സ്ഥലമില്ല എന്റെ പൊന്നെ. ഇതിലെവിടെ സ്ഥലമുണ്ട്? നമ്മളങ്ങ് നീതിൽ വാ. ടൂ വീലറിൽ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കൂടെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ? ഞങ്ങൾ ഈ കാറിൽ പോയിട്ട് വഴിയിൽ വേറെ 1-2 സ്ഥലത്തൊക്കെ ഒന്ന് കയറും. അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ ഒരു കൂട്ടുകാരനെ കാണണം, അവരുടെ കൂട്ടുകാരനെ കാണണം. നീ വരണോ? ഗില്ല് പറഞ്ഞ് കയറിയിട്ട് സ്കൂട്ടറിന്റെ ചാവി അതിന്റെ തൂക്കിയിട്ടുണ്ട് അവിടെ. അല്ലെങ്കിൽ വന്നാൽ കേറി പോകാൻ ചൂടെടുക്കുന്നു. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് അങ്ങ് അപ്പൊ ഞാനും നടുക്കിരിക്കണം. ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു. എനിക്കൂടെ നീ ചുമ്മാ പോയാണ്. നീ വണ്ടി ഉണ്ടല്ലോ. ഓ ഞാൻ ഫ്രഷ് ആയിട്ട് വന്നേക്കാം. വണ്ടിയുടെ ഹെൽമെറ്റ് വെച്ചോട്ട് വരണേ. അയ്യോ ഗ്ലാസ് പോക്കെ AC ഇടന്നിട്ട്. AC ഇടാന്ന് വണ്ടി റോഡിലോട്ട് റോഡിലോട്ട് ഇറങ്ങട്ടെ. പെറ്റിട്ടത് AC യിലാണെന്നാണ് നിങ്ങളുടെയൊക്കെ ഇത് കണ്ട. അങ്ങക്ക് ടാറ്റ കൊടുത്തേ. ടാറ്റാ.
പോയി ഒരു പിടി പിടിക്കണം. ഫ്രഷ് ആവാൻ നിന്നാലേ പണി പാടും. ബൊഫേ തീർന്നാലോ? പോയി അവർ ചെല്ലുന്നതിനെക്കാട്ടിൽ മുമ്പേ ചെന്ന് കഴിക്കും. അവിടാണ് അവിടെ നമ്മുടെ ഒരു അന്തസ്. കള്ളന്മാർ വല്ലതും എടുത്താലോ? എന്നെ ഒഴിവാക്കിപ്പോയി. അവരെക്കാട്ടിൽ മുമ്പേ ചെല്ലും. ഇന്ന് തിന്നിട്ട് തന്നെ കാര്യം. എടാ ഞാൻ ശരിക്കും ഈ കല്യാണ വീട്ടിലൊന്നും വന്നതല്ല. ഞാൻ മറ്റേ പരവാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വന്നില്ലേ. ഓ അത് ശരി. ആ അങ്ങനെ ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞാൽ അവിടെ കയറി. അവിടെ ഞാനും അവിടെ കയറി പോലെ സൂപ്പർ ബിരിയാണി. അപ്പോൾ അത് കഴിച്ച് അങ്ങോട്ട് ഇരുന്ന പൊരുത്തം നിന്ന് അടിക്കുന്നു വരും. അതുകൊണ്ട് 2ആയി 4ആയി 5-6 അടിച്ചു. ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. നീ ഇരി അവിടെ. ഗാനമേള സൂപ്പർ നാടൻ പാട്ട്. ഞാൻ അങ്ങനെ നമ്മുടെ കൊടങ്ങാവള സ്റ്റൈലില് അതൊക്കെ ഓടി ഭയങ്കര കൈയടി. പിന്നെ അവിടെ ഒരുന്നൊരു മൊത്തം പൈസ ഒന്ന് കൊടുക്കാൻ മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ക്ലീറ്റോച്ചാനെ വിളിച്ചു. ക്ലീറ്റോച്ചാ 2 അടിച്ചിട്ടുണ്ട്, പരുവത്ര ചെയ്യല്ലോ. അപ്പോൾ അടിച്ചിട്ടുണ്ട്, നീ വരണ്ട. പുള്ളി പാർട്ടിയിലിരിക്കല്ലേ, പിന്നെ ഞാൻ പോകേണ്ടത്. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ തന്നെ അവർ പറഞ്ഞു ഇത്തിരി ബിരിയാണി അധികം. വർക്കിംഗ് ഡേയിലുള്ള കല്യാണമല്ലോ, ഇത്തിരി ബിരിയാണി അധികം പോകും. അപ്പോൾ കുറച്ച് കൊണ്ടുപോകാൻ ഇവിടെ ആരും തിന്നാനൊന്നുമില്ല, കുറച്ച് മൂടണമെന്ന് പറഞ്ഞു. ആലോചിച്ചപ്പോൾ തിന്ന കോഴിയുടെ ചാവ നമ്മൾ തിന്നാലേ അതിൻ്റെ ആത്മാക്കൾക്ക് കിട്ടത്തുള്ളൂ. ഒരു നേരം നമ്മൾ കൊടുക്കണം. അങ്ങനെ എടുത്തോണ്ട് വന്നതാണത്. നല്ല മണ. മണം വരുന്നുണ്ട്. നല്ല മണം. ഇതിനകത്ത് എന്തൊക്കെ ഒരു സാധനങ്ങൾ വേറെ ഇട്ടിട്ടുണ്ട്. ഊപ്പറ ബിരിയാണി. ഞാൻ ഒരു പെമ്പടിച്ചു. ഞാൻ ഈറ്റോച്ചാനെന്ന് വിളിച്ചോട്ടെ. മച്ചപ്പയാടാ ചോട്ടിക്കുന്നതാണോ? ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ എപ്പോഴും ഇറങ്ങി. വരാൻ താമസിക്കുമോ? ഓ ഞാൻ അങ്ങോട്ട് വരണോ? ഇവിടെ എന്തോ കലിപ്പമല്ലോ ആരെങ്കിലും? ശരി, എന്ത് അവർ വരാൻ താമസിക്കും. ഞാനെന്ത് നീ ബിരിയാണി എടുത്ത് കഴി. എനിക്ക് ബിരിയാണി വേണം. എടാ അരി ഇത് നമ്മൾ അങ്ങനെ ഞാൻ അങ്ങനെ എൻ്റെ വീട്ടുകാർ തന്നെ നീ കഴി. നീ നേരത്തെ ഒരു ഹിൻഡ് തന്നാണ്, നിനക്ക് സാധനം അവിടെ നിന്ന് എത്തിച്ചു തന്നാണ്. അപ്പോൾ കുപ്പിയൊന്നുമില്ല. ഇത് കിടക്കുന്ന കുപ്പിക്ക് പെട്രോളിൻ്റെ മണം. വയറിന് പിടിക്കുന്നില്ല. തിരിച്ച് കഴി ബിരിയാണി സെറ്റാക്കി തരാം. അവിടെ നമ്മൾ എത്ര അടിച്ചാലും നമ്മൾ അനങ്ങാപ്പാറ, അത് കുടങ്ങാളെ മൊത്തം പാട്ട അനങ്ങാപ്പാറ എന്നാണ് നമ്മളെ കളിക്കുന്നത്. ഞാൻ അകത്ത് വെച്ചിട്ടേ മീൻകറിയൊക്കെ കാണാം. നമുക്ക് അതിലൂടെ വെച്ചിട്ട് ഒരു പിടി പിടിക്കാം. ഒരു എല്ലാവരും ഉണ്ടോ കണക്കട്ടി ഉണ്ടെന്ന് പറഞ്ഞ് വെച്ചേക്ക് തുടങ്ങി. നീ ഇതേ തള്ളടാ നീക്ക് മാറ്റാ പലകയാ കേട്ടോ. വിളച്ചെടുത്ത് ഒരു ബിരിയാണി ഇടും. എന്തായാലും ഭക്ഷണം കഴിക്കാതെ പോകുന്നത് ശരിയായില്ല ക്ലീറ്റ്. എല്ലാവരും അത് തന്നെ പറയായിരുന്നു. ഇനി ഞാൻ ഭക്ഷണം കൂടെ കഴിച്ചാൽ മതിയല്ലേ, ബാക്കിയെല്ലാം ആയല്ലോ. കർത്താവിനാണ് എൻ്റെ ജീവിതത്തിൽ ഇത്ര അപമാനം ഞാൻ ഒരിടത്തും അനുഭവിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ അപമാനിക്കണ്ടായിരുന്നു വിളിച്ചു വരുത്തിയിട്ട്. ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് മിണ്ടാത്തതെന്തെങ്കിലും. പക്ഷെ ഇന്നലെയൊക്കെ നല്ല സ്നേഹമായിരുന്നല്ലോ ക്ലീറ്റോ, അതെന്താ? അതെനിക്ക് അറിഞ്ഞൂടാ. എന്നോട് നല്ല സ്നേഹമായിരുന്നു. നീ ചിലപ്പോൾ ഇനി പോലീസുകാരുടെ ഭാര്യ ആയിട്ടായിരിക്കും. പിന്നെ ഇന്നലെ എങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. കർത്താവിനാണോ ഇല്ലാത്ത പൈസയും കൊണ്ട് കൊടുത്ത്. അത് വേണം ക്ലീറ്റോന്. ഞാൻ എന്താ ക്ലീറ്റോനോട് പറഞ്ഞത്? ഇപ്പം എന്തായി? മാനക്കേടുമായി, കയ്യിലിരുന്ന പൈസ പോയി 1000 രൂപ കൊടുത്താൽ മതിയായിരുന്നല്ലോ. 1000 രൂപയല്ല, ഞാൻ പറഞ്ഞാണ് ഞങ്ങൾ 2000 രൂപ കൊടുക്കുന്നത്, 2000 രൂപ കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ എന്താ പറഞ്ഞത്? 2500 കൊടുക്കണം ഒരു ജനപ്രതിനിധിക്ക്. അതിൻ്റെതായിട്ടുള്ള അവർക്ക് 2500 രൂപയൊന്നും ഒരു സംഭവമായിരിക്കില്ല. അവർക്ക് 10,000 കണക്കിന് രൂപ അല്ലാതെ കിട്ടിയിട്ടുണ്ടാവും. ഇത് പൈസയുടെ ഒന്നും ആയിരിക്കത്തില്ലേ? പൈസ വെച്ചല്ല ആളുകൾ അളക്കാനുള്ളത്. ഒന്നുമില്ല, ഞാൻ ഒരു ജനപ്രതിനിധിയല്ലേ, ആ ഒരു മര്യാദ എന്നോട് കാണിക്കണ്ടേ?
ഞാൻ പോണ ഓരോ സ്ഥലത്തുണ്ട് ആൾക്കാരെന്നെ വിടൂല. ഇടവും വലവും തിരിഞ്ഞ് വർത്താനം പറഞ്ഞ് ഓരോ ആവശ്യങ്ങളും പറഞ്ഞ്. എവിടെ? ഇനി പോണെടുത്തൊക്കെ നിന്നെ ഞാൻ കൊണ്ടുപോടി, അല്ലെ ഞാൻ വീഡിയോ പിടിച്ച് കാണിച്ചു തരാം. ഞങ്ങളെവിടെയും കണ്ടിട്ടില്ല അത്. നിങ്ങൾ കാണൂല, നിങ്ങളൊന്നും അറിയില്ല. എനിക്കിത് ഇനിയിപ്പോ അറിയിക്കുന്നത് ഇഷ്ടമല്ല. പോട്ടെ, സാരമില്ല, അത് വിട്ടുകളാ. വിട്ടുകളാ, ഇതെല്ലാം സഹിക്കാം. അതിനിടയ്ക്ക് വേർത്തെ. ആ 12 വർഷത്തെ പിണക്കം അങ്ങനെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. ഓ അല്ലേ, ഏത് സമയത്താണോ എന്തോ വന്ന് വിളിക്കാൻ തോന്നിയത്. അല്ല ഇവിടെ അതിനിടയ്ക്ക് ഇവിടെ നിന്റെ കെട്ടിയോയി അടുത്ത കൊട്ടേഷൻ എൻ്റെ തലയിൽ വെച്ച് തന്നൊക്കെയാണ്. റൊണാൾഡോ ഇന്നലെ വണ്ടി എടുത്തുകൊണ്ട് പോയി പോലീസ് പിടിച്ചത് അത് എൻ്റെ മണ്ടയ്ക്ക്. വണ്ടി അവനല്ലേ കൊടുത്തത്, അതിന് എന്നെ പിടിച്ചിട്ട് ചാടിയാ ഞാൻ എന്ത് ചെയ്യും? ശരിയാടി. ഏട്ടന്റെ അളിയനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാർ വണ്ടിയും വിട്ട് അച്ചാച്ചനെയും വിട്ട്, അല്ലെങ്കിൽ നല്ല പണി മേടിച്ചാനെ. ആ അതെ, ഇനി വരട്ട്. 2 എണ്ണത്തിന് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്. ഞാൻ വരും, ഞാൻ വന്നിട്ട് അവനെ എവിടെയെങ്കിലും പോട്ടെ. പുറത്തോട്ട് വേണം. ആവശ്യമുണ്ട്, പോണം. ഇവിടെ ഇരുന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇനി ഇതിന്റെ പേരിലായിരിക്കും അടുത്തായിട്ട് എനിക്ക് വയ്യ. പോകണ്ടായിരുന്നല്ലേ? സത്യം, ഞാൻ പറഞ്ഞല്ലേ ഞാൻ വന്നില്ലാന്ന്. എന്നാ കൊച്ചിനെ കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നേനെ. എന്തെങ്കിലും പറയുമ്പോഴത്തേക്കുള്ള ഇരിപ്പ് നോക്കിയേ, ഇനി തലയും കുമ്പിട്ട്. അച്ചാച്ചൻ എന്ത് കാര്യത്തിനാണ് രാത്രി വണ്ടി എടുത്തോണ്ട് പോയത്? അത് അലിയെ കൊണ്ടുവിടാൻ. അയ്യോ, അയ്യെ കൊണ്ടുപോയി. അവനോടുണ്ടായിട്ടില്ലേ ബിരിയാണി കൊണ്ടുവന്നത്, അപ്പൊ പിന്നെ അവനെ തിരിച്ചു കൊണ്ടുവിടല്ലേ. ബിരിയാണിയുടെ കാര്യം പറയരുത്. ഒരു പാത്രം ബിരിയാണി അവിടെ ഇരിപ്പുണ്ട്, ചീഞ്ഞെന്ന് അറിയും. അതുകൊണ്ട് ആദ്യം കൊണ്ട് മൂട്. എല്ലാവരും കഴിച്ചോട്ടെന്ന് കരുതിയില്ലേ ഞാൻ കൊണ്ടുവന്നേ. എന്തോരം ബിരിയാണി അധികം ഒന്നറിയോ, 10-200 കോഴിക്കാലെല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ മാല പോലെ കെട്ടിത്തൂക്കിട്ട്. ഉണ്ടായിരുന്ന അച്ചാച്ചനെ ആരെങ്കിലും കല്യാണം വിളിച്ചാ? എന്നിട്ട് അവിടെ പോയി കുടിക്കുകയും ചെയ്ത് അവിടുന്ന് കുറേ തിന്ന് കുറേ കെട്ടി ഇങ്ങോട്ടും കൊണ്ടുവന്ന്. അച്ചാച്ചന് നാണമില്ലായിരിക്കും, ഞങ്ങൾക്ക് കുറച്ച് നാണമുണ്ട്. ഇങ്ങോട്ടൊന്നും പറഞ്ഞല്ലേ കൊണ്ടുവന്നത്? ഓ എൻ്റെ പൊന്നോ, ക്ലീറ്റോ ചേട്ടൻ ആകെ വട്ട് കയറിയിരിക്കുകയാണ്. ഏട്ടനാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്. അവരുടെ ഇടയിൽ എങ്ങാനും അച്ചാച്ചൻ പെട്ടുപോയി കഴിഞ്ഞാൽ ഇന്നത്തോടുകൂടി ഈ കാര്യത്തിലൊരു തീരുമാനമാവും. അവരുടെ വായിരിക്കുന്ന നല്ല പോലെ കേൾക്കും. അപ്പോഴത്തേക്ക് ലില്ലിപ്പെണ്ണേ ലില്ലിപ്പെണ്ണേന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരരുത്. ഞാൻ അച്ചാച്ചൻ്റെ സൈഡ് നിൽക്കത്തില്ല. ഞാൻ നാട് വിടേണ്ടി വരുമോ? മിക്കവാറും വിടേണ്ടി വരും. ഇതെന്തേ? അളിയന്മാർ രണ്ടും കൂടെ റഷ്യ യുക്രൈൻ്റെ കൂട്ട് ശത്രുത നിൽക്കുന്ന സ്ഥലക്ക് ഞാനൊന്ന് മാറുന്ന നല്ലതാ. അവരെ കയറുമാവും ലില്ലിപ്പണ്ണൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ മെസ്സേജ് അയക്കത്തില്ല, കുറച്ച് നാൾ മാറി നിന്നാ മതി. അയ്യോ, ഏതിൻ്റെ മെസ്സേജ് വേണം എനിക്ക് ഇങ്ങോട്ട് വന്ന് കയറണം. അയ്യേ അയ്യേ അയ്യേ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മൂമ്മയുടെ ഇളയ കൊച്ചിൻ്റെ മൂത്ത കൊച്ചിൻ്റെ 28 കെട്ട് കോഴിക്കോട്ട്. ഇപ്പൊ പോയില്ലേ മച്ചപ്പെട്ടു. നീ ആദ്യം കാര്യം പറഞ്ഞിട്ട് പോ. എന്നാലും വണ്ടി എടുത്തോണ്ട് പോയതിന് അതും ആ സമയത്ത് അല്ല, അത് നിങ്ങളെല്ലാവരും ഇനി പോന്നു കഴിഞ്ഞപ്പോഴേ താമസിച്ചല്ലോ. അപ്പൊ പിന്നെ കുറച്ച് ബിരിയാണി കൊടുത്ത് അലിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരുമായിരുന്നു. അന്നേരം നമ്മുടെ താന്നികളെ പൊക്കി പോലീസ് കിടന്നു. അപ്പം അച്ചമ്പയുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെന്ന് കരുതി അവരുടെ മുമ്പിൽ കൂടെ പോയതാ. അവരവിടെ പിടിച്ചു നിർത്തി. എന്നിട്ട് അവര് വിട്ട് ഞാൻ പറഞ്ഞിട്ട് പോണ വഴിക്ക് വണ്ടിയുടെ കയറണം നിർത്തി ഇവിടെ കൊണ്ടുവിട്ട്. അല്ല, ഞാൻ നല്ല ബാലൻസിലൊക്കെ ഓടിച്ചു വന്നു. എന്ത് ബാലൻസ് ഇറക്ക്? എന്തോ ലോട്ടറി എടുത്തിട്ട് വന്നേക്കണേ. അവിടെ നില്ല്. ഒരുമാതിരി തോന്നിയാസം കാണിക്കല്ലേ നീ. കേട്ടാ കേട്ടാ, അനിയനാണ് ബന്ധമാണ് സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് നിന്നെ സഹിക്കണതിനൊക്കെ ഒരു പരിധിയുണ്ട്. കല്യാണം ആയിട്ട് പോയി തോന്നിയാസം കാണിക്കാൻ നിന്റെ താഴെ പറഞ്ഞത്. നിന്റെ ആരാ അവർ? നിന്റെ വല്ല ബന്ധുക്കളാ സ്വന്തക്കാരാ? ഒന്നുമില്ലല്ലോ. വിളിച്ചതുപോലെ അവിടെ കൂടെ വന്ന് അതിന് മര്യാദ കാണിക്കണം. അവിടെ പോയി തിന്നും കുടിച്ചും കള്ളും കുടിച്ചും വേണ്ട അട്ടഹാസവും പിന്നെ അവിടെ നിന്ന് ബിരിയാണി പൊങ്ങി കെട്ടിച്ച് കൊണ്ടുവന്നേക്കണം. മനുഷ്യനെ നാണം കെടുത്തായി. പിന്നെ നിന്നോട് എടേ, നീ വണ്ടി കൊടുത്തിട്ട് അവൻ പോയി പ്രശ്നം ഉണ്ടാക്കി നീ എൻ്റെ ചെമ്മണ്ണിലേക്ക് ചാടി കളിക്കുന്നത് എന്തിനാണ്? നീ അവനോട് ചോദിക്കണം. ഇടേ, വണ്ടി കൊടുത്തു വിട്ടതും ആ കാര്യം നിന്നെ വിളിച്ച് പറഞ്ഞു എന്തെന്ന് അറിയാമോ? അവൻ നിന്റെ അനിയായിട്ടാണ്. ഓ, ആ SI എന്തെല്ലാം പറയുന്നത് അറിയാമോ? പുള്ളി ചോദിക്കാ നിന്റെ അളിയന്മാരെല്ലാം ഇങ്ങനെ ഇടേന്ന്. നാണം കിട്ടുമോ ഞാൻ അവിടെ? കിടങ്ങനസൈ അങ്ങനെയൊക്കെ ചോദിച്ചത്. അതെ. എടേ, ഞാൻ അവനെ കല്യാണത്തിന് ചുമന്നുകൊണ്ട് പോയെന്നല്ലേ, അവൻ വലിഞ്ഞു കയറി വന്നതാണ്. എടാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ അവനെ വിളിച്ചോണ്ട് വരണേ. നീ വിളിച്ചോണ്ട് വന്നാൽ ഞാൻ പോലും ഭക്ഷണം കഴിച്ചില്ല. ഞാൻ അശോകൻ്റെ ആ കവറും കൊടുത്ത് ഞാൻ അപ്പോഴേ ഇറങ്ങി. വിളിച്ചോണ്ട് അവനെ കാണണ്ടേ? എടാ, നിനക്കറിയാല്ലേ ആഹാരവും മദ്യവും കണ്ട ആക്രാന്തവും പ്രാന്തമാണെന്നവന്. അപ്പൊ അവനെ വിളിച്ചോണ്ട് വരണേ. നീ അതാണ് ഈ കുഴപ്പത്തിനുണ്ടായത്. അവൻ എങ്ങനെ? അവൻ എവിടെയെങ്കിലും പോയി വരവാൻ നിന്നാൽ പിന്നെ തീറ്റ കണ്ടാ പിന്നെ ഇറങ്ങൂലല്ലോ. എന്ത് കാര്യമില്ലെന്ന് അച്ചാച്ചൻ പോവുക, ഇനിയൊന്നും പറയണ്ട. ആ, അവൻ എങ്ങോട്ടെങ്കിലും പോട്ട്. പിന്നെ നിന്റെ SI ബന്ധുക്കളെ കാര്യം പറഞ്ഞെന്ന് പറയാൻ നിന്റെ ബന്ധുക്കൾ എന്താണ്? ഭയങ്കര സംഭവമല്ലേ? ഒരു പാലുകാച്ചി വീട്ടിൽ പോയി നിന്റെ സുമതി കുഞ്ഞമ്മേട നിങ്ങളെ ബന്ധുവല്ലേ? ചെന്നിട്ട് എന്തായിരുന്നു? ഇനി അവർ നാണം കെടുത്താൻ വേറെ ഒന്നുമില്ല. ഓ, ഇങ്ങനെയുണ്ട് ഇല്ലാത്ത പൈസ മനുഷ്യ എണ്ണി കൊടുത്തിട്ട്. സത്യം പറയാലോ, അശോകൻ ചേട്ടൻ്റെ വീട്ടുകാർ എന്നെ കാര്യമായിട്ടൊന്ന് സ്നേഹിച്ചു.
2,500 രൂപ കൊടുത്തപ്പോൾ അവർ കുറച്ച് ബിരിയാണി തന്നു, 4-5 പെഗ്ഗും തന്നു. ഇത്രയും പൈസ കൊടുത്തില്ല, നമ്മൾ എങ്ങനെയും മുതലാക്കണ്ടായോ? 2,500? ആരും എടുത്ത് 2,500? ആരെ വീട്ടിൽ കൊടുത്തു? 2,500 രൂപ മച്ചമ്പി അശോകൻ ചേട്ടനെ കൊടുക്കുന്ന ഞാൻ കണ്ടാന്നല്ലോ. അങ്ങനെ കവർ എടുത്തിട്ട് ഒരു മാമൻ അവിടെ എഴുതായിരുന്നില്ലേ, അപ്പൊ തന്നെ എഴുതിയല്ലോ ക്ലീറ്റോ 2,500 എന്നും പറഞ്ഞോണ്ട്. അവിടെ ഞാൻ 300 ആണല്ലോ കൊടുക്കാൻ എടുത്ത് വെച്ചിരുന്നത്. അപ്പൊ അയ്യോ അപ്പൊ സുമതി അപ്പച്ചന് വേണ്ടി 300 കൊടുത്തു കൊടുത്താണ്. എന്റെ കർത്താവേ, ചുമ്മാ അല്ല. മാറിപ്പോയ ഞാനാണെങ്കിൽ ആ വെപ്രാളത്തിന്റെ ഇടയിൽ അശോകനിൽ കവർ എടുത്ത് കൊടുത്തിട്ട് ഞാനങ്ങ് പോവുകയും ചെയ്ത്. അയ്യേ, ഇപ്പൊ മനസ്സിലായല്ലോ, ഞങ്ങളുടെ കുടുംബക്കാരെ അപമാനിച്ച നീയാ. അവർക്ക് പൈസ തരാൻ ആവശ്യമില്ല. 300 ഒരു ഗുണം കൊണ്ടെടുത്ത് അവരെ കളിയാക്കി പോലെ അല്ലേ ഇത്? ആണ് കേട്ടോ. ഇപ്പൊ സംഗതി എന്താന്ന് വെച്ചാ, ഉദ്ദേശിച്ച കൂടുതൽ പൈസ കിട്ടിയവരെ സ്നേഹിക്കുകയും ചെയ്ത് കിട്ടാത്തവരിട്ട് ഗൗനിച്ചതുമില്ല. കിട്ടാത്തോണ്ടല്ല, അവർക്ക് നാണക്കേട്. ചേട്ടത്തി ശരിക്കും കുറ്റക്കാരൻ ആരാ? താണ്ട നിൽക്കുന്നു. ഞാൻ അശോകന്റെ വീട്ടിൽ പോയിട്ട് ആ പൈസ തിരിച്ചു മേടിച്ചിട്ട് അത് കൊണ്ടുവന്ന് മനോജിന് കൊടുത്തിട്ട് മനോജിൻ്റെ അടുത്തൊരു ക്ഷമയും പറഞ്ഞ് ആ പൈസ വാങ്ങിച്ച് നേരെ അശോകന്റെ കൊണ്ട് കൊടുക്കാലോ. അയ്യോ ചെല്ലിപ്പൊ തന്നെ എടുത്തു തരും. അപ്പൊ കൊണ്ടുവന്ന ബിരിയാണി അത് അവിടെ നിന്നും പോയി എൻ്റെ പൊന്നെ. പോണുണ്ടാ? പോണുണ്ടെങ്കിൽ പോ. അകത്തോട്ടല്ലേ? കുറ്റക്കാരൻ മച്ചമ്മേ, ഞാനല്ല. അയ്യോ Aliens.